ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോഴാണ് വെട്ടം മര്യാദയ്ക്ക്. ഇപ്പോൾ വീഡിയോ എടുത്താലും എനിക്ക് തുമ്മലാണല്ലോ ഇഷ്ടം. 2 ദിവസമായി, അല്ല 3 ദിവസമായി ജലദോഷം വന്നിട്ട് ഒരു മാറ്റമില്ല. എന്ത് ചെയ്യാനാ? അപ്പോൾ നമ്മളിവിടെ നേരെ ജിമ്മിൽ പോകണു, ജിമ്മിൽ നിന്ന് നേരെ മൂവിക്ക് പോകണു, മൂവിയിൽ നിന്ന് നേരെ വീട്ടിൽ വന്നു. ഓക്കെ, സോറി ഗൈസ്, മൂവി എന്ന് പറഞ്ഞില്ല, ഐഡൻറ്റിറ്റി. കൊള്ളാവോ എന്തോ, എൻ്റെ ഐഡിയ ആയിപ്പോയി. കൊള്ളത്തില്ലെങ്കിൽ എനിക്കായിരിക്കും കിട്ടുന്നത്. ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നതേ, ഈ വ്ളോഗേഴ്സിനൊക്കെ എങ്ങനെയാണ് ഇത്ര കറക്റ്റായിട്ട് ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്തെടുത്ത്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുന്നത്? എനിക്ക് ഒരു കാര്യവും പറ്റില്ല. ഞാനിപ്പോൾ ചെയ്ത ഒരു കാര്യങ്ങൾ ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് എന്താണ്? എനിക്ക് വീഡിയോ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അയ്യോ, വീഡിയോക്കകത്ത് ഇനി എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുള്ളത്, അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ടെൻഷൻ. ഓക്കെ ഗൈസ്, പുറത്തല്ല അടിപൊളി മഞ്ഞ്. ഈ മഞ്ഞ് കൊണ്ടിട്ട് എനിക്ക് ജലദോഷം വന്നു. ഞാൻ ജാക്കറ്റ് ഇടാതെയൊക്കെ കുത്തലുപ്പ് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട ഗൈസ്, എനിക്ക് പൊടി അലർജി ഉണ്ട്. സോ എനിക്ക് മാസ്കില്ലാതെ പറ്റത്തില്ല. നമുക്ക് വിട്ടാലോ? ഹായ്. മുന്നെയൊക്കെ ഞാൻ പോകുന്ന ഈ ടൈമിലൊന്നും ഇത്ര ഇരുട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണുന്ന കണക്കല്ല, അത്യാവശ്യം ഇരുട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ജിമ്മിലെത്തി. ഞാൻ ഈ വീഡിയോയുടെ ഓഡിയോ മ്യൂട്ട് ചെയ്തേക്കാണ്, കാരണം സോങ്സ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നല്ലതുപോലെ കേൾക്കാൻ പറ്റും. കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഞാനത് മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. സോ ഇപ്പോൾ ക്ലയൻസ് ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല. പീരീഡ്സ് ആയതുകൊണ്ടും പിന്നെ എനിക്ക് ജലദോഷവും ചെറുതായിട്ട് ബോഡി പെയിനൊക്കെ ഉണ്ടായതുകൊണ്ട് വർക്കൗട്ട് ഞാൻ ഇന്നത്തെ ഡേ ഒഴിവാക്കി. ഇന്നത്തെ ഡേ മാത്രമല്ല, 2 days ago ആയിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല. നാളെ തൊട്ട് വേണം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് മൂവി കാണാൻ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി ഞാനിപ്പോൾ ഈ ജിമ്മിലോട്ട് വരുന്നതിന് മുന്നേയുള്ള വീഡിയോസൊക്കെ ഞാൻ മറന്നു. ഞാൻ ഈ വ്ലോഗ് എടുക്കുമ്പോൾ മെയിനായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ മറന്നു പോകും. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മറന്നു പോകും. എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും ആലോചിക്കുന്നത്, അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫ്രണ്ട് വരും, അവളുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൾ നേരെ അതുവഴി വരാമെന്ന് പറഞ്ഞു. അവൾ ജിമ്മിൽ വരുന്നില്ല. സോ ബസ്സിലാണ് പോയേട്ടോ, സൈഡ് സീറ്റിൽ. അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് പറയട്ടെ, ഇതാ ഡോറുണ്ടല്ലോ, ആ ഡോറിൽ ഒരു ചേച്ചിയുടെ കാല് കുടുങ്ങി നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ജിമ്മിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് ആലോചിച്ചു. ഒരു ബേക്കറി കയറി അവിടെ നിന്ന് ഒരു ഷവർമയും ഒരു ലൈമും. വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ളൊരു ടെൻഡൻസി ആയിരുന്നു ലാസ്റ്റ്. ഓൾമോസ്റ്റ് ഞാൻ എവിടെ പോകുമ്പോഴും കുറച്ച് റിലാക്സ് ആയിട്ട് പോകണമെന്ന് വിചാരിക്കും, പക്ഷേ പെട്ടെന്ന് ഹറിബറിയായി പോവും. അതെന്താണ് എന്തോ അങ്ങനെ, എനിക്കറിയില്ല. ആക്ച്വലി എനിക്ക് ഷവർമ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മേ ബി എൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്തോ, കാരണം അവൾക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്കത്ര അങ്ങോട്ട് പിടിച്ചില്ല. രാവിലെ എൻ്റെ ഷവർമ കഴിച്ചുകൊണ്ടാണോ ഒന്നും അറിയില്ല. ലൈം കൊള്ളായിരുന്നു. ബസ്സിൽ വെച്ചുള്ള കോപ്രായം കണ്ടിട്ട് ആളുകൾ എന്നെ ചോദിക്കണ്ടായി എന്താ അതെന്ന്. ഞാൻ പറയാൻ പറഞ്ഞു, ഞങ്ങൾ ബസ്സിലാണ് പോയത്. 2 ബസ് കയറണമായിരുന്നു അവിടെ പോകാൻ വേണ്ടിയിട്ട്. വണ്ടി ഞാൻ ജിമ്മിൽ വെച്ചിട്ടാണ് പോയത്. രേവതി സിനിമാക്സ് എന്നാണ് കേട്ടോ തിയേറ്ററിൻ്റെ പേര്. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. അറിയാമല്ലോ, ഇവിടെയുള്ള ആൾക്കാരാണ്. രാവിലെ എണീക്കുമ്പോൾ ഒടുക്കത്തെ മഞ്ഞ്, ഒരു 10 മണി കഴിയുമ്പോൾ ഒടുക്കത്തെ വെയിൽ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായിരിക്കും? അല്ല, ആളില്ലെന്ന് പറയരുത്. ഓൾമോസ്റ്റ് ഞങ്ങൾ എപ്പോഴും ഇവിടെ മൂവി കാണാൻ വന്നെ. സോ അതുകൊണ്ട് ആ ചേച്ചിക്ക് ഞങ്ങൾ നല്ലോണം അറിയാം. ബ്രൊമാൻസ് ഫെബ്രുവരി 14 റിലീസാണ്. എങ്ങനെയായിരിക്കുമോ മൂവി എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. സോ കാണണം. നോർമലി തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ചെറുതായിട്ടൊരു ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കൊണ്ട് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. സോ ഇത്തവണ ആ ചെക്കിങ് കണ്ടില്ല, എന്ത് പറ്റിയാന്തോ. ഓക്കെ. പിന്നെ സീറ്റ് നമ്പേഴ്സ്, ഞങ്ങളുടെ ആ ഒരു റോയിലുള്ള കംപ്ലീറ്റ് സീറ്റിലും ആളുണ്ടായിരുന്നു. നോർമലി ഒന്നേ എൻ്റെ സൈഡിൽ ആൾ കാണില്ല, അല്ലെങ്കിൽ അവളെ സൈഡിൽ കാണില്ല, പക്ഷെ 2 സൈഡിലും ആളുണ്ടായിരുന്നേ. 2.5 മണിക്കൂർ നീണ്ടു നിന്ന സിനിമയാണ് കേട്ടോ. അവസാനമായപ്പോൾ ബോറടിച്ചോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ കുറച്ചിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സോ തിരിച്ച് റിട്ടേൺ വീട്ടിലോട്ട് പോവാം. വീട്ടിലെത്തിയിട്ട് കാണാം. ബൈ. മൂവിയുടെ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലി ഉള്ള റിവ്യൂ ആണ് കേട്ടോ. ഓക്കെ മൂവിയാണ്. എനിക്ക് ഭയങ്കര ഫോൺ തെന്നി പോകണം.
എനിക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പുള്ള മൂവിയായിട്ട് തോന്നിയില്ല, പക്ഷെ കൊള്ളാം, ഓക്കെ മൂവിയാണ്. ഭയങ്കര ഹൈപ്പ് കയറ്റേണ്ട മൂവിയൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൾ കുറച്ചു നേരം എന്നെ കാണാത്തതുകൊണ്ട് ഒരുമാതിരി ഒരു മൂഡ് ഓഫ് ആയിരുന്നു അമ്മ പറഞ്ഞിട്ടോ. ഞാൻ എപ്പോൾ വരും അപ്പോഴാണ് ആക്റ്റീവായി തുടങ്ങുന്നത്. നമ്മൾ പെറ്റ്സൊക്കെ നോർമലി അങ്ങനെയല്ലേ, നല്ല രസമായിരിക്കില്ലേ ഇവരൊക്കെ വീട്ടിലുണ്ടായിരുന്ന ഒരു അവരുടെ പ്രസൻസ് ഭയങ്കര ഹാപ്പി മൂഡിലോട്ട് മാറ്റും നമ്മൾ. സോ അങ്ങനെ ഈവനിങ് ആയി. ഞാൻ കുറച്ചൊന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മളെ ടു ഡു ലിസ്റ്റ് എന്തായി നോക്ക്. ഞാൻ ഓൾമോസ്റ്റ് മിക്ക ടു ഡു ലിസ്റ്റ് കവർ ചെയ്തിട്ടില്ല. ഇന്നത്തെ ടു ഡു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നൊന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഉള്ളത് ഞാൻ ടിക്ക് ചെയ്ത് വയ്ക്കും. നമ്മളൊരു ദിവസം എത്രത്തോളം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പുതിയ ഫ്രണ്ട്, അതായത് പ്ലാനർ. ഇപ്പോഴത്തെ വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അണ്ണാൻകുട്ടനെ ഇറക്കി അവന് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഈ അണ്ണാൻ്റെ പല്ല് മാസം തോറും നീണ്ടു വരും എന്നുള്ളത്? അതെന്തെങ്കിലും കടിച്ചാൽ മാത്രമേ എൻ്റെ പല്ല് ട്രിമ്മായി പോവുള്ളൂ. ഈ അണ്ണാനാണെങ്കിൽ ഒന്നും കഴിക്കണില്ല, ഈ കട്ടിയുള്ള ആഹാരം ഒന്നും കഴിക്കുന്നില്ല, എല്ലാം സോഫ്റ്റ് ആയിട്ടുള്ളതേ കഴിക്കും. അതിനുശേഷം നാളത്തേക്ക് വേണ്ടത് ഞാൻ വെള്ളത്തിലിട്ടാണ് വെക്കുന്നത്, ബദാമും മുന്തിരിങ്ങയും കൂടെ ഞാൻ വെള്ളത്തിലിട്ടാണ് വെക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് കഴിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണത് കഴിക്കുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. നോർമലി ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് കഴിക്കുന്നത്. ഇത് കഴിച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം, പക്ഷെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് കഴിക്കുക, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ കഴിക്കാം. വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്തതിന് ശേഷം കഴിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഞാൻ വെയിൽ കൊണ്ട് വന്നിട്ടതിന് ശേഷം, അതായത് മൂവി കണ്ടിട്ട് വന്നിട്ട് ചെറുതായിട്ടൊന്ന് കേർഡിൻ്റെ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് ഞാൻ ക്രോമയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അത് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. മോയ്സ്ചറൈസർ സെറ്റാഫിലിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. സോ അതുകൊണ്ട് സെറ്റാഫിൽ ഡാമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ അണ്ടർ ഐ ക്രീമല്ല, അണ്ടർ ഐ സിറമാണ്. എനിക്ക് നല്ല പോലെ ഡാർക്ക് സർക്കിൾ ഉള്ള ഒരാളായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഡാർക്ക് സർക്കിൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന അണ്ടർ ഐ സിറം. ഇതിൻ്റെ കറക്റ്റായുള്ള പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, മെലാലൂമിൻ എന്നാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് താഴെ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഇതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്, കാരണം എനിക്ക് അടിപൊളിയായിട്ട് ഡാർക്ക് സർക്കിളുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ആ ടൈമിൽ ഞാനത് വാങ്ങിച്ചിട്ടുള്ളൂ, പിന്നെ ഞാൻ നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ കോമ്പ് യൂസ് ചെയ്യുമ്പം കുറച്ച് പല്ലകലമുള്ള കോമ്പ് യൂസ് ചെയ്യും കേട്ടോ. അതാകുമ്പോൾ മുടി അത്രയ്ക്ക് അങ്ങോട്ട് പൊട്ടിപ്പോവില്ല, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇത് റോസ്മേരി വാട്ടറാണ് കേട്ടോ. ഞാൻ റോസ്മേരി വാട്ടർ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി അല്ല, ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കാരണം അത്രയ്ക്കും ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നതായിരിക്കുമല്ലോ റോസ്മേരി വാട്ടർ. സോ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാനത് മുടിയുടെ എൻഡ് വരെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനുശേഷമാണ് മുടി കെട്ടി വയ്ക്കുന്നത്. നിങ്ങൾ നോർമലി നൈറ്റ് കിടക്കുമ്പോൾ മുടി കെട്ടി വെച്ചിട്ട്, അതായത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കെട്ടി വെച്ചിട്ട് കിടക്കുന്നതാണ് കേട്ടോ ബെറ്റർ. കാരണം നമ്മൾ കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോൾ മുടി അത് ഓവറസി കട്ടായി പോവാറുണ്ട്. സോ അതുകൊണ്ട് അതിനുശേഷം ഞാൻ ഡ്രസ്സൊക്കെ മാറി നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് സെറ്റായി. ഭയങ്കര ഡ്രൈ ആവുമല്ലോ ഇപ്പോൾ സ്കിന്ന്. എനിക്ക് കാലാണ് പെട്ടെന്ന് ഡ്രൈ ആവുന്നത്. സോ ഞാൻ ഡെയിലി ഇപ്പോൾ വാസലിൻ അപ്ലൈ ചെയ്യാറുണ്ട്. അത് ഡെയിലി, ഞാനൊരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാറില്ല, കാരണം അമ്മാതിരി ഡ്രൈനെസ്സാണ്. അതിനുശേഷം കൊതുകാണെങ്കിൽ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. സോ ജസ്റ്റ് കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെച്ച് റിലാക്സ് ആയിട്ട് കിടന്നിറങ്ങുക. ഗുഡ് നൈറ്റ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്.